ഇന്ന് നമുക്കൊരു ചിക്കൻ ഉണ്ടാക്കാം. കട്ട് ചെയ്ത് വാഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെപ്പറാണ്, ജിഞ്ചർ, ഗാർലിക്, സോൾട്ട് ഇട്ട് കൊടുക്കാം, കറിവേപ്പില, ഫ്രൈഡ് ഒണിയനാണ്, മിക്സ് ചെയ്തത്, ഗരം മസാല കൂടി ഇട്ട് കൊടുക്കും. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റിംഗ് ടൈം കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് സോയ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഡാർക്ക് സോയ സോസാണ് ഞാൻ ഒഴിച്ചത്. ഈ കെച്ചപ്പ് കുറച്ച് മസാല, മീറ്റ് മസാലയാണ്. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ശേഷം നാരങ്ങ വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കും. ഇനി ഇത് അടച്ച് വെച്ചൊരു 5 മിനിറ്റ്സ് തുടങ്ങി വേവിച്ചെടുക്കാം. ഇനി നോക്കാം. വാവ്, ഇത് നല്ല ഇതെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വയ്ക്കേണ്ട കാര്യമില്ല. അടച്ച് വെച്ചാൽ പിന്നെ വെള്ളം ഊറും. ഇനി ഇത് കണക്കിന് വറ്റിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് കറക്റ്റ് വെന്തിട്ടുണ്ട്. എന്താ എല്ലിൽ നിന്ന് മാംസം വിട്ടു വന്നാണ്ട. അപ്പോഴത്തേക്ക് നമുക്കറിയാം ഇത് കറക്റ്റ് വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനിയും വരട്ടി വേണമെങ്കിൽ എടുക്കാം. ഇനിയിപ്പോൾ ഞാൻ കൂടുതലങ്ങ് വരട്ടി എടുക്കുന്നില്ല, കുറച്ച് കറിയൊക്കെ വേണ്ടേ, അതുകൊണ്ട് കൂടെ വെച്ച് നിർത്തിയാണ്. ഒന്നും കൂടെ ഒന്ന് വറ്റി റെഡിയായി വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് കളർ ചേഞ്ചൊക്കെ വരും. അടിപൊളിയായിട്ട് എത്തിയിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് റെഡിയായി. അടിപൊളി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ റെഡിയായി.